ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇഫ്താറിന് മാത്രമൊന്നുമല്ല, നമുക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല കിടലായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മുട്ട മാത്രം മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട വെച്ചിട്ട് നമുക്ക് 12 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് 6 മുട്ട ഇതുപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വന്നാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിൽ 2 സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഒന്ന് കളർന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് നമ്മൾ സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും ഒരു പിഞ്ചോളം നമുക്ക് ഗരം മസാലയും ചേർക്കാം. അതിന് കൂടുതൽ നമ്മൾ എരിവനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണും അല്ലാണ്ടെങ്കിൽ ഒരു പിഞ്ച് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിക്ക് പകരമായിട്ട് നമ്മളിതിലേക്ക് സോസാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് ആ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മളെ മുട്ട ഉണ്ടല്ലോ, കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ മസാല എടുത്തിട്ട് ആ ഒരു മസാലയിലേക്ക് നമ്മളിതാ ഓരോ മുട്ടയിലും ആ ഒരു മഞ്ഞ ഭാഗം മാത്രം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുട്ടയും നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു വൈറ്റ് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി അടുപ്പത്തോട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചിട്ട് തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് മസാല ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള മുട്ടയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മസാല ആക്കണ്ട, അതിന് ആ ഒരു നടുഭാഗത്തുള്ള കുഴി ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള മസാല ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ 1/2 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടുതലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കൂട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു പിഞ്ചോളം നമ്മളിതിലേക്ക് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ പഴംപൊരിൻ്റെ ആ ഒരു മാവൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു രീതിക്കാട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ലൂസായി പോകാൻ പാടില്ല. നമ്മൾ മുട്ട നന്നായിട്ട് കവർ ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കോടെ വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ ഓരോ മുട്ട എടുത്തിട്ട് ഇതിലങ്ങ് മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാല നിറച്ചിട്ടുള്ള നമ്മളെ മുട്ട ഓരോന്ന് ഇതിലേക്ക് അങ്ങ് മുക്കിയെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ടയിച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്ത് കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മൾ ഇതിട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് കളറങ്ങ് മാറി വന്നോളും. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് മാറാണ്ട് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകേ. അപ്പോൾ ഇത് ആ കളറൊന്ന് മാറി വന്ന സമയത്ത് നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്തിട്ട് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് അതങ്ങ് കഴിയുവേ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളെ കിഡിലിനായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളി സ്നാക്ക് ആട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ നോമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്ന ഉറപ്പാട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ഒന്നും മറക്കല്ലേ.